നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന യൂറോ കപ്പ് ഇങ്ങെത്തി. ഇന്ന് രാത്രിയാണ് ഉദ്ഘാടന മത്സരം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായിട്ടുള്ള ജർമ്മനി സ്കോട്ട്ലൻഡുമായിട്ടാണ് കളിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായി നാളെ 12:30 AM കളി നടക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ ഒരു ദിവസം 3 കളിയാണ്. രാത്രി ഉറക്കമില്ലാത്ത കളികൾ. രാത്രി 6:30 തുടങ്ങും. വൈകിട്ട് 6:30 ആദ്യ കളി, 9:30 രണ്ടാമത്തെ കളി, 12:30 മൂന്നാമത്തെ കളി. ഇങ്ങനെയാണ് യൂറോ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ ഷെഡ്യൂളുകളുള്ളത്. ഇന്ത്യൻ സമയമാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ ഓരോ ഗ്രൂപ്പുകളും ഒന്ന് പരിശോധിക്കുന്നു. അതിൽ മുന്നോട്ട് പോകാൻ സാധ്യത ആർക്കൊക്കെ എന്നുള്ളതൊന്ന് നമ്മൾ പരിശോധിക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂറോ കപ്പിലുള്ളത് 6 ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പ് എ മുതൽ എഫ് വരെ. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലെ ആദ്യത്തെ 2 സ്ഥാനക്കാർ റൗണ്ട് ഓഫ് 16 എത്തും. എന്നാലും 12 ടീമുകളെ ആവുകയുള്ളൂ. റൗണ്ട് ഓഫ് 16 16 ടീം വേണമല്ലോ. പിന്നത്തെ 4 ടീമുകൾ എടുക്കുക. മികച്ച 4 മൂന്നാം സ്ഥാനക്കാരെ കൂടി എടുക്കും. സംഗതി വ്യക്തമാണ് എന്ന് കരുതുന്നു. മികച്ച 4 മൂന്നാം സ്ഥാനക്കാർക്ക് കൂടി മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ top 2 teams from each group qualify to the next round. കൂടാതെ 4 best third place teams qualify to the next round. സംഗതി വ്യക്തമാണല്ലോ. അപ്പോൾ 8 ടീമുകളെ പുറത്താവുന്നുള്ളൂ. ബാക്കി 16 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് പോകും. ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പ് എയിൽ ജർമ്മനിയും സ്കോട്ട്ലൻഡും ഹംഗറിയും സ്വിറ്റ്സർലൻഡും. ഒരിക്കൽ കൂടി പറയാം, ജർമ്മനി ആതിഥേയരാണ്, അതിശക്തരായിട്ടുള്ള ടീമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർക്ക് വമ്പൻ ടൂർണമെൻറ്റുകളിൽ തുടക്കത്തിൽ കാലിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളങ്ങ് മാറ്റിമറിക്കണം. ഇത്തവണ സ്വന്തം നാട്ടിൽ യൂറോ കിരീടം ഉയർത്തണം. ഇതാണ് ജൂലിയൻ നഗൽസ്മാൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം. ഒരു പിടി മികച്ച താരങ്ങളുണ്ട്. കായ് ഹവേർട്സിനെ പോലെയുള്ളവർ മുന്നേറ്റത്തിൽ, ടോണി ക്രൂസിനെ പോലെയുള്ള മാസ്റ്റർ മധ്യനിരയിൽ കളി നിയന്ത്രിക്കാൻ തിരികെ എത്തിയിട്ട് അദ്ദേഹം വിരമിക്കുകയുമാണ്. കളി കഴിഞ്ഞിട്ട് വിരമിക്കുകയാണ്. യങ് ബ്ലഡ് ജമാൽ മുസിയാലയെ പോലുള്ള താരങ്ങളുണ്ട്. അപ്പോൾ കരുത്തുറ്റ ടീമാണ് ജർമ്മനി. സ്കോട്ട്ലൻഡ് ആവട്ടെ ആർക്കും പണി കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ടീമാണ്. അതുകൊണ്ട് എന്തും സംഭവിക്കാം. പിന്നെ ഹംഗറി ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്. ഏറ്റവും ഏറെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ടീമാണ് ഹംഗറി എന്ന കാര്യത്തിൽ സംശയമില്ല. ദെൻ സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 സ്ഥാനത്ത് ആരുണ്ടാകും എന്നുള്ള ചോദ്യം. ഒന്ന് ജർമ്മനി എന്തായാലും റൗണ്ട് ഓഫ് 16 കടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദെൻ സ്വിറ്റ്സർലൻഡ് റൗണ്ട് ഓഫ് 16 കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഹംഗറി അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, മികച്ച 3 സ്ഥാനക്കാർക്ക് 4 മൂന്നാം സ്ഥാനക്കാർക്ക് സാധ്യതയുണ്ട്. അതിലൊന്ന് ഹംഗറി ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് നമുക്ക് ഗ്രൂപ്പ് എയെ കുറിച്ച് പറയാനുള്ളത്. ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ ഇതൊരു സൂപ്പർ ഗ്രൂപ്പാണ്. സ്പെയിന്, ക്രൊയേഷ്യ, ഇറ്റലി, ദെൻ അൽബേനിയ. അൽബേനിയക്കിട്ട് എല്ലാവരും പണി കൊടുക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അൽബേനിയക്ക് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും ഇപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നില്ല. നമ്മൾ വിശദമായിട്ട് പവർ റാങ്കിങ്ങിൻ്റെ സമയത്ത് ഓരോ ടീമിൻ്റെയും ശക്തി ദൗർബല്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊന്ന് നോക്കിയാൽ മതി. ഈ അൽബേനിയ പോലുള്ള ടീമുകളുടെയൊക്കെ കാര്യങ്ങൾ നമ്മളതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ സ്പെയിൻ, ക്രൊയേഷ്യ, ഇറ്റലി, ആരൊന്ന്, ആര് 2, ആര് 3 എന്നുള്ള ചോദ്യം. ഈ 3 ടീമും ക്വാളിഫൈ ചെയ്യും റൗണ്ട് ഓഫ് 16 എന്ന് പറയാനാണ് ഇപ്പോൾ കഴിയുക. എന്തായാലും നിലവിലെ ഫോമൊക്കെ വെച്ച് സ്പെയിൻ 1ാം സ്ഥാനത്തിന് എത്താൻ സാധ്യതയുണ്ട്. ഇറ്റലി 2ാമതും ക്രൊയേഷ്യ 3ാമതുമായാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ സ്ലൊവേനിയ, ഡെൻമാർക്ക്, സെർബിയ, ഇംഗ്ലണ്ട് ടീമുകളാണ് അവിടെയുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുക ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങൾ എളുപ്പമായി എന്നാണ്. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യൂറോ കപ്പിൽ കിരീടം ചൂടണം, അല്ലെങ്കിൽ അവരുടെ കോച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജാക്ക് ഗ്രിലിഷിനെ പോലെയുള്ള ആളുകളെയൊക്കെ പുറത്തെത്തിയിട്ടാണ് ടീം വരുന്നത്. എന്നാൽ പോലും ഫിൽ ഫോഡനുണ്ട്, ജൂഡ് ബെല്ലിംഗാം ഉണ്ട്, ഹാരി കെയ്ൻ ഉണ്ട്. മികച്ച ടീമും കൊണ്ട് ഇംഗ്ലണ്ട് വരുമ്പോൾ ഗ്രൂപ്പിൽ അവർ 1ാം സ്ഥാനം തന്നെ നിലനിർത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 2ാമത് ആര്? ഒരു പക്ഷേ ഡെൻമാർക്ക്, സെർബിയ, സ്ലൊവേനിയ. ഡെൻമാർക്കിനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അവർ 2 ടീമും അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്ന് വിചാരിക്കും. ദെൻ ഗ്രൂപ്പ് ഡി പോളണ്ട് ഉണ്ട്, നെതർലൻഡ്സ് ഉണ്ട്, ഓസ്ട്രിയ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്.
ഇവിടെ ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുക ഫ്രാൻസും നെതർലൻഡ്സും അടുത്ത റൗണ്ടിലേക്ക് കടക്കും. പിന്നെ മൂന്നാമതായിട്ടൊരു ടീം കൂടി എത്താനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പോളണ്ട് ഓർ ഓസ്ട്രിയ 2 ടീമിനെയും ഏതാണ്ട് ഒരുപോലെ കാണേണ്ടി വരും. പക്ഷേ സമീപകാലത്ത് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ പോളണ്ടിന്റെ ഒരു പ്രകടനം ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടത് വളരെ പരിതാപകരമായിരുന്നു. അവിടെ നിന്ന് വലിയ ഇംപ്രൂവ്മെന്റ് ഒന്നും അവരുടെ ടീമിന് പിന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ അവരുടെ എല്ലാമായ റോബർട്ട് ലെവൻഡോസ്കിക്ക് പരിക്ക്. അദ്ദേഹം യൂറോ കപ്പ് കളിക്കും, പക്ഷേ എത്ര കളികൾ എന്നുള്ളതും എത്ര മിനിറ്റ് എന്നുള്ളതും ഒക്കെ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി ഇല്ലാത്ത മിനിറ്റുകൾ വരുമ്പോൾ പോളണ്ടിന് കാലിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്നത് ഫ്രാൻസ് ഒന്നാമതും നെതർലൻഡ്സ് രണ്ടാമതുമായിട്ട് ഫിനിഷ് ചെയ്യുമെന്നാണ്. റാൽഫ് റാഗ്നിക്കിൻ്റെ ഓസ്ട്രിയ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ നല്ല സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഓസ്ട്രിയ മൂന്നാമതായിട്ട് മുന്നോട്ട് കയറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം, സ്ലോവേക്കിയ, റൊമേനിയ, യുക്രൈൻ. ഒരിക്കൽ കൂടി ബെൽജിയം വരികയാണ് വമ്പൻ ടൂർണമെൻറ്റിന്. കിരീടം എന്നുള്ളത് അവരേറെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും മികച്ച ജനറേഷനുകളിൽ ഒന്നാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കിരീടം അവർക്ക് കിട്ടാക്കനിയായിട്ട് ഇങ്ങനെ നീണ്ടുപോകുന്നത് ഇത്തവണ അവർക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് $1 മില്യൺ ചോദ്യം. ബെൽജിയം തന്നെയായിരിക്കും ഈ ഗ്രൂപ്പിൽ തലപ്പത്ത് നിൽക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. യുക്രൈനും സ്ലോവേക്കിയയും തമ്മിൽ 2ാം സ്ഥാനത്തിനായിട്ട് പോരാട്ടമുണ്ടാവും. അതിൽ യുക്രൈൻ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. റൊമേനിയയുടെ കാര്യം അത്ര നല്ല രൂപത്തിലല്ല ഉള്ളത്. അവരുടെ പ്രധാന താരങ്ങൾ ആരും ടോപ്പ് ലീഗുകളിൽ കളിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ പ്രധാന താരങ്ങൾ എന്ന് പറയുന്നവർക്ക് പോലും അവരവരുടെ ക്ലബ്ബുകളിൽ ലാക്ക് ഓഫ് പ്ലേയിങ് ടൈം എന്നുള്ള പ്രശ്നവുമുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് പവർ റാങ്കിങ്ങിൻ്റെ വീഡിയോയിൽ. അപ്പം ബെൽജിയവും യുക്രൈനും മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നു. ഇനിയിപ്പോൾ സ്ലോവാക്യ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ദെൻ ഗ്രൂപ്പ് എഫ് പോർച്ചുഗൽ കളിക്കുന്ന ഗ്രൂപ്പാണ്. പോർച്ചുഗലിൻ്റെ എതിരാളികൾ സെച്ചിയ, ജോർജിയ, തുർക്കിയെ. അത്ര എളുപ്പമല്ല. ഒറ്റ നോട്ടത്തിൽ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും അത്ര എളുപ്പമല്ല. ജോർജിയക്ക് ആരെയും പണി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്, മികവുണ്ട്. നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണത്. അവരുടെ ഗോൾ കീപ്പിംഗ് മികച്ചതാണ്. അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കിച്ച കാഴസ്കേലിയെ പോലുള്ള താരങ്ങളുണ്ട്. സോ ജോർജിയ ഇത്തവണ അത്ഭുതപ്പെടുത്തിയാൽ നമ്മൾ ഞെട്ടേണ്ടതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ തുർക്കിയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ കാലത്തും എന്ന പോലെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സുമായിട്ടാണ് അവർ വരുന്നത്. പക്ഷേ വമ്പൻ ടൂർണമെൻറ്റുകളിൽ അവർ എന്തുണ്ടാക്കും എന്നുള്ളത് കണ്ടറിയണം. ആർദ ഗുളറിനെ പോലെയുള്ള റയൽ മാഡ്രിഡിൻ്റെ ഒക്കെ വമ്പൻ താരം അവരുടെ ടീമിലുണ്ട്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. ഹക്കാൻ ചാൽഹാനോഗ്ലുവിൻ്റെ ടീമിന് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ പോർച്ചുഗൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. ക്വാളിഫയറിൽ കളിച്ച് 10ൽ 10 വിജയിച്ചു വന്ന പോർച്ചുഗൽ. അങ്ങനെ വിശേഷങ്ങൾ നിരവധിയാണ്. ബെർണാഡോ സിൽവ, അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, ജാവോ ഫെലിക്സ്, ജാവോ കൻസേലോ, ഗോൺസാലോ റാമോസ്. ഇങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ അനവധി അവർക്കുണ്ട്. പ്രതിഭകൾ, എക്സ്പീരിയൻസ് ഉള്ളവർ, യുവതാരങ്ങൾ എല്ലാം ചേർന്നിട്ടുള്ളൊരു മിക്സുമായിട്ടാണ് റോബർട്ടോ മാർട്ടിനസ് എത്തുന്നത്. സമീപകാലത്തെ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ചില കാലിടറുകൾ സംഭവിച്ചിട്ടുണ്ട്. അവസാനം കളിച്ച 4 കളികളിൽ 2 തോറ്റിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതൊക്കെ കോച്ച് പറഞ്ഞ പോലെ ഓൺലി സന്നാഹ മത്സരങ്ങളെയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി മത്സരങ്ങളാണ്. യൂറോ കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയ മത്സരങ്ങളാണ്. അപ്പം അതിലെ തോൽവികൾ നമ്മൾ അങ്ങനെ പർവ്വതീകരിച്ച് കാണേണ്ടതില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം അവർക്ക് ഗുണകരമാവുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു. ദെൻ ഈ ഗ്രൂപ്പിലുള്ള ടീം സെച്ചിയയാണ്, അതായത് ചെക്ക് റിപ്പബ്ലിക്. ചെക്ക് ഒരുപാട് പ്രശ്നങ്ങളിലാണ് യഥാർത്ഥത്തിൽ. അവരുടെ കോച്ചിനെ കഴിഞ്ഞ ഏപ്രിലിൽ പറഞ്ഞു വിട്ട് പുതിയ കോച്ചിനെ വെച്ചിട്ട് ആകെ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ടാക്റ്റിക്കലായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ അവർ നേരിടാനുള്ള സാധ്യത ഈ ഒരു യൂറോ കപ്പിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് പോർച്ചുഗലും തുർക്കിയെയും മുന്നോട്ട് കയറി അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി അതല്ല, തുർക്കിയെ മറികടന്ന് ജോർജിയ വന്നാലും നമ്മൾ ആശ്ചര്യപ്പെടേണ്ടതില്ല. ഇതാണ് ഇപ്പോൾ യൂറോ കപ്പിലെ ഓരോ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പ്രഡിക്ഷൻസും മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.